എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകണം. ക്ഷേത്രത്തിൽ പോയി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്, ദേവേനിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് തിരുമേനി വന്നിട്ട് മുത്തശ്ശനോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഈ സമയം ദേവേനി ഹോസ്പിറ്റലായ കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു, അവിടെ കുടുംബത്തിലെല്ലാരും മലയ്ക്ക് വേണ്ടിട്ട് മാല ഇട്ടിരിക്കുന്നല്ലേ, ആ സമയത്ത് അയ്യപ്പ ഭഗവാന് ചിലപ്പോ കടുത്ത പരീക്ഷണങ്ങളെ കാണും. ഉറപ്പായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ദേവേനി ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പം തിരുമേനിയുടെ മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോ ഇതൊക്കെ ഒരു പരീക്ഷണങ്ങൾ മാത്രമായിരിക്കും എന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, എന്നാലും ഒരു ആപത്തും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ തിരികെ ജീവിതത്തിലേക്ക് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ മുത്തശ്ശനോട് പറയുന്നുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ അത്രമാത്രം വേദനയുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജയനെ ആദർശിനെയൊക്കെയാന്നുള്ള കാര്യം അവർക്ക് അറിയുകയും ചെയ്യാം. ഇന്ന് വരെ കുടുംബത്തിൽ ഇത്രയും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരു പക്ഷേങ്കിൽ അത് ദൈവകോപമാണോ എന്ന് പോലും മുത്തശ്ശന് സംശയമുണ്ട്. ദേവേനെ അങ്ങനത്തെ കാര്യങ്ങളാ ചെയ്തേ. അത് വസുന്ധരാമയോട് കുറെ തവണ പറയുകയും ചെയ്താ. ദേവേനെ ചിലപ്പോ ചെയ്തതിന്റെ ഫലമായിരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ആദർശനെ നയനയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാ ഒരു കള്ളസത്യമായിട്ട് ഇങ്ങനെയൊക്കെ കാര്യം ചെയ്തിരിക്കുന്നത്. അത് പക്ഷെ അയ്യപ്പസ്വാമിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല ദേവേനി. അയ്യപ്പസ്വാമിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല വസുന്ധരെ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. ഇനി ദൈവത്തിന് മാത്രം ഇനിയിപ്പം അവളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അവര് വീട്ടിലേക്ക് മടങ്ങിയെത്തുവാണ്. ഈ സമയത്ത് ജലജയും കൂടി ചെന്നു. ജലജ ചെന്നിട്ട് പറഞ്ഞു, അല്ല രണ്ടുപേരും കൂടെ രാവിലെ ക്ഷേത്രത്തിൽ പോയെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വസുന്ധരാമ പറഞ്ഞു, അതെ, വീട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇനിയിപ്പം ദൈവത്തിന്റെ കൂട്ടുപിടിച്ചാൽ പറ്റുള്ളൂ. ഭഗവാനും കൂടെ അനുഗ്രഹിക്കണോന്ന് പറയാണ്. താൻ പാതി ദൈവം പാതി എന്നല്ല ജലജ പറയണേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, ഓരോരുത്തമാരൊക്കെ വരുത്തി വെക്കുന്നതല്ലേ ഇത്. അവൾ ഒറ്റയൊരുത്തി കാരണം നയന, അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയാണ്. ദേ, വെറുതെ നീ അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇനി നയനമോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയണം. അമ്മേ, ആദ്യം അവൾമാരി ഇവിടുന്ന് അടിച്ചിറക്ക്. ദേ, അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തില് സന്തോഷം സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇനി ഇതുപോലെ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. ഇതിപ്പോ ഏട്ടത്തിക്ക് മാത്ര, നാളെ മിക്ക ആർക്കും എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. ഞങ്ങൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഞങ്ങളെ തലയിലേക്ക് കയറാൻ വരും. ഇനിയിപ്പൊ ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയണേ. അല്ല, ഞാനും എന്റെ മോനും ആണല്ലോ എപ്പോഴും കുറ്റക്കാര്. ഇനി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മാത്രം കുറ്റക്കാരാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുള്ളൂ എന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, അതിലെന്താ തെറ്റിരിക്കുന്നേ? ഞാൻ പറഞ്ഞാല് വല്ല തെറ്റുമുണ്ടോ? നിങ്ങള് ഇവിടെ എന്തൊക്കെ പ്രശ്നം നടന്നാലും അവസാനം വന്ന് എത്തി നിൽക്കുന്ന എവിടെയാ? നിന്റെ മകനല്ലേ, അതിന് കാരണക്കാരൻ നിന്റെ മകനല്ലേ നിൽക്കും. ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ എന്താണ് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെ, പോലീസിനെ ഇവിടെ കയറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് മുന്നിട്ടിറങ്ങാത്തെ. ദേവേനിക്കൊന്ന് സുഖപ്പെട്ട് വരട്ടെ, അപ്പൊ അറിയാം കാര്യമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വന്നു. നവ്യനെ കണ്ടെന്ന് പറഞ്ഞു, വരുന്നുണ്ട് അവളിങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട്. അവളുടെ അനിയത്ത് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറയാം, മുമ്പ് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന്. നിങ്ങളുടെ മകനും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒറ്റ ദിവസത്തെ അവന്റെ ഒരു സ്നേഹം പോലും. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇപ്പൊ അമ്മയും മോനും നടക്കുന്ന കണ്ടില്ലേ? അധികം വൈകാതെ തന്നെ നീക്കുള്ള തിരിച്ചടി കിട്ടിയിരിക്കും. നിങ്ങൾ അതിൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ മകൻ മലയ്ക്ക് പോകാണ്ട് മാലയിട്ടിരിക്കുന്നല്ലേ. ഈ സമയത്ത് എന്തേലും കുരുട്ടുബുദ്ധി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടുമെന്ന് പറയാം. ചിലച്ചു പറഞ്ഞു, കിട്ടിക്കോട്ടെ, അവൻ അത് ചെയ്തെങ്കിൽ അതിനുള്ള കിട്ടിക്കോട്ടെ. പക്ഷേങ്കിലും ഉണ്ടല്ലോ, വേറെ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ കിട്ടും. അത് നീ കണ്ടോ, അധികം വൈകാതെ തന്നെ നിന്റെ അനിയത്തിക്ക് അത് കിട്ടാൻ പോണെന്ന് പറയണം. നവ്യ പറഞ്ഞു, ഇതേ കൂടുതൽ എന്നോട് പറഞ്ഞോണ്ട് വരില്ല, അറിയാലോ നിങ്ങളുടെ ഓരോ കള്ളത്തരങ്ങളായിട്ട് ഞാനും കൂടെ നിരത്തും. ഇപ്പോഴും എന്റെ കയ്യിൽ തെളിവ് സാധ്യത ഉണ്ടെന്ന് പറയണം. വേണോന്ന് ചോദിക്കുവാണ്. ജലജി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാ. പിന്നീട് കനകയും ഗോവിന്ദനും കൂടെ ദേവേനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പത്തേനും ആദർശ് പറഞ്ഞു, അതെ വിഷമിക്കണ്ട കേട്ടോ അമ്മേ, അമ്മയുടെ സ്വഭാവം അറിയാവുന്നല്ലേ എന്ന് ചോദിക്കാം. അത് ഓർത്തിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല മോനെ, നയനമോളുടെ കാര്യം ഓർത്തിട്ടാ പാവം എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളെ അംഗീകരിക്കാനായിട്ട് ദേവേനെ കൂട്ടാക്കുന്നില്ല എന്ന് ഓർത്തിട്ട്. അപ്പോഴേക്ക് ജയൻ അങ്ങോട്ട് വന്നു. ജയൻ ചോദിച്ചു, എന്തായി? ദേവേനെ എന്ത് പറഞ്ഞു ചോദിക്കാം. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, അറിയാലോ അമ്മയുടെ സ്വഭാവം അറിയാന്നല്ലേ, പതിവ് പോലെ തന്നെ. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, അത് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല, ഇതൊക്കെ പ്രതീക്ഷിച്ച ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നെന്ന് പറയാണ്. ഗോവിന്ദൻ പറഞ്ഞു, അല്ലെങ്കിലും ദേവേനെ ഉദ്ദേശിച്ച പോലെ ഒരു മരുമോളായിരുന്നില്ലോ എന്റെ മോള്. അപ്പൊ അതിൻ്റെതായ വിഷമങ്ങൾ അവർക്കുണ്ട്, അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പൊ ഞങ്ങൾ സങ്കടപ്പെട്ട് കാര്യമില്ല എന്ന് പറയണം. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുന്നൊരു വിശ്വാസമുണ്ട്. ഇനിയിപ്പോ അവരെന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് ദേവേനയുടെ അസുഖം കുറഞ്ഞാൽ മതിയായിരുന്നു. അത് മാത്രം ഞങ്ങൾക്കൊരു പ്രാർത്ഥന ഉള്ളെന്ന് പറയണം.
ജയൻ പറഞ്ഞു, ഇനിയിപ്പൊ ദേവേനിക്ക് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്തേലും സംഭവിക്കണം. നയനമോളെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. ഇത്രയൊക്കെ ആയിട്ട് ഇതുവരെയായിട്ട് നയനമോളെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കിയിട്ടില്ലെന്ന് പറയാണ്. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അതിനൊക്കെ ഒരു സമയം ഉണ്ടച്ചാ, ഒരു പക്ഷേങ്കില് ഇതൊക്കെ മുകളിലിരിക്കുന്ന ദൈവമല്ലേ തീരുമാനിക്കുന്നത്. അധികം വൈകാതെ ചിലപ്പം അമ്മയ്ക്ക് മരുമോളെ അംഗീകരിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാണ്. കനക പറഞ്ഞു, അങ്ങനെ ഒരു ദിവസം വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് പറയാം. കാരണം മകളെ കെട്ടിച്ചയച്ച അന്നു മുതൽ ഞങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളാണെന്നറിയാവോ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും എന്നുള്ളത്. പക്ഷെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും അത് കൂടി വരുന്നതല്ലാതെ അത് കുറയുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ആദർശമാന്റെ സ്വഭാവം അറിയല്ലേ, ഭർത്താവെങ്കിലും കൂടെ ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെന്ന് പറയാണ്. ഇതേടെ ആദർശം പറഞ്ഞു, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. പിന്നീട് കനികേനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങ് മാറ്റിക്കൊണ്ട് പോവാണ്. പിന്നീട് ആദർശ ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാണ്. അമ്മയ്ക്ക് കരൾഭാഗത്ത് നിറയാനായിട്ട് നയന തയ്യാറായ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റിയ കാര്യമായിരുന്നില്ല കനയ്ക്ക്. കന പറഞ്ഞു, അത് പിന്നെ മോനെ, അവള് പേടിക്കണ്ടമ്മേ, ഞങ്ങൾ മാക്സിമം അവളെ പറഞ്ഞു തിരുത്താനായിട്ട് നോക്കിയതാ. പക്ഷെ അവള് സമ്മതിച്ചില്ല. അവൾ ഒറ്റക്കാലം നിൽക്കുക, കരൾ പകത്ത് കൊടുത്തേ മതിയാവുള്ളൂ, അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഡോക്ടർമാരൊക്കെ അവള് ഉപദേശിച്ചിട്ടുണ്ട്, അവരുടെ ഉപദേശങ്ങളെല്ലാം അവൾ കൊണ്ടുതാനും. പക്ഷെ അവളുടെ ആത്മവിശ്വാസമാണ്. ഡോക്ടറോട് അവള് പറഞ്ഞേ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊന്നും സംഭവിക്കില്ലെന്നാ പറഞ്ഞേ. അതുകൊണ്ട് അത്ര ഉറപ്പിച്ച് അവള് പറയുന്നോണ്ട് ഡോക്ടർമാർക്കും പിന്നെ എതിരൊന്നും പറയാനായിട്ട് പറ്റില്ല. പിന്നെ അവൾക്ക് സൈക്കാട്രിസ്റ്റിന്റെ കൗൺസിലിങ്ങും ഉപദേശവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു കാരണവശാലും അവൾക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, അല്ല മോനെ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് റെസ്റ്റ് എടുക്കേണ്ട വരില്ലേ, മേജർ സർജറിക്കല്ലേ അവൾക്കും ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതെ, അങ്ങനെയൊക്കെ വേണ്ടി വരുമെന്ന് പറയണ. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് വിടത്തില്ല. കാരണം അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്ത് സംഭവിക്കാം. അവളുടെ സ്വഭാവം അറിയാലോ, അവൾ ഒരിക്കലും ഒരിടത്തും അടങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല. പ്രത്യേകിച്ച് ദേവേന ഈ കാര്യം അറിയാതിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങോട്ട് വിടാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, അതൊക്കെ നമുക്ക് തീരുമാനിക്കാമേ. അവളെ എന്താണ്, ഞാൻ ആർക്കും ഇനി വിട്ടുകൊടുക്കത്തില്ല, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം, ഞാൻ അവളെ നോക്കിക്കോളാം എന്ന് പറയാണ്. ഇത് കേട്ടതും കന പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല. കാരണം ഇങ്ങനെ ഒരു സർജറി ചെയ്ത അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാരും അറിയത്തില്ലേ. അങ്ങനെയാണെങ്കിൽ മോന്റെ അമ്മ ഈ കാര്യം അറിയില്ലേ, മോനല്ലേ പറഞ്ഞ ഒരു കാരണവശാലും ദേവേന ഈ കാര്യം അറിയില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ എന്റെ മനസ്സിലാഗ്രഹം. കാരണം ഇതിപ്പോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചാൾ കഴിഞ്ഞറിഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പിന്നെ ഒരിക്കലും അതുമായിട്ട് അമ്മയ്ക്ക് പൊരുത്തപ്പെടാനായിട്ട് അങ്ങ് സാധിക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ടാ കന പറഞ്ഞു, ചിലപ്പോ ശരിയായിരിക്കും, പക്ഷെ എന്നാലും എന്റെ മോൾ ഇത്ര നല്ലൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അവരെ അറിയണ്ടേ മോനെ. അങ്ങനെയെങ്കിലും എന്റെ മോളെ അവരൊന്ന് അംഗീകരിക്കുമെന്ന് ചോദിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, അതിനല്ലേ പറ്റുള്ളൂ ചോദിക്കുകയാണ്. പിന്നീട് നയനയുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നീട് ആദർശിനെ ജയനെ ഡോക്ടർ വിളിപ്പിച്ചിട്ട് ഫോമൊക്കെ സൈൻ ചെയ്ത് മേടിക്കുകയാണ്. കാരണം മേജർ സർജറി അല്ല നടക്കുന്നത്. അങ്ങനെ ഫോമൊക്കെ സൈൻ ചെയ്ത് മേടിച്ചതിന് ശേഷം പിന്നെ നയനയുടെ സൈനും കൂടെ വേണമായിരുന്നു. കാരണം കറുപ്പകത്ത് കിടക്കാൻ സമ്മതമാണെന്നുള്ളത്. അങ്ങനെ നയനെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നയനെ സൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഡോക്ടർ നയനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സമ്മതക്കുറവുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ. ഡോക്ടറോട് നയന പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ, എനിക്ക് സമ്മതമാണെന്ന് പറയാണ്. എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാണ് ഞാനിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്റെ ജീവനെപ്പോൾ തന്നെ അമ്മയുടെ ജീവൻ എനിക്കിപ്പോ വിലപ്പെട്ടാന്ന് പറയാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദർശേണ്ട അച്ഛനോ ഒന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പോരാത്തതിന് ഞാനാണിത് ചെയ്തതെന്ന് അമ്മ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഡോക്ടർ, ഒരു കാരണവശാലും എന്റെ അമ്മ അറിയരുത് ഞാനാണ് കരൾ പകുത്ത് നൽകിയെന്നുള്ള കാര്യം. ഒരിക്കലും അത് അറിയാൻ പാടില്ലെന്ന് പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഡോക്ടർക്ക് അത്ഭുതമായിരുന്നു. കാരണം ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ ആയിട്ട് പോലും തന്റെ അമ്മായിമ്മയോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന്. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ, ഇന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലെ ഒരു മരുമോളെ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ അവർ പുണ്യം ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട നയന പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ, ഞാൻ എന്റെ കടമ ചെയ്യുന്നു, അത്രമാത്രം എന്ന് പറയാണ്. പിന്നീട് നയനയെ സർജറിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുവാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി നയനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആദർശ് നയനയെ നോക്കുവാണ്. പെട്ടെന്ന് ആദർശിന്റെ കയ്യിലേക്ക് നയന കയറി പിടിച്ചിട്ട് പറഞ്ഞു, ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, അതെ ഞാൻ പോയവര് തന്നെ തിരിച്ചിറങ്ങി വരും, ഒരു കുഴപ്പം വരത്തില്ല, അമ്മയ്ക്ക് ഒരു കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആദർശിന്റെ മനസ്സിനെ ബലപ്പെടുത്തിയിട്ടാണ് നയനെ അങ്ങോട്ടേക്ക് പോണേ. പോയി കഴിഞ്ഞപ്പോ ആദർശിന്റെ കണ്ണ് നിറഞ്ഞു വന്നു. ആ സമയം അതേ ടെൻഷൻ തന്നെയായിരുന്നു
കനയൊക്കെ ഉണ്ടായിരുന്നു. കനക വീട്ടിലേക്ക് എന്നിട്ടും കനയ്ക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. എന്താണെന്നറിയത്തില്ല, ആരോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെപ്പാടെ മനസ്സിന്റെ സമനില ഏറ്റുന്ന പോലെ തോന്നി. അവസാനം നന്ദുവിനോട് ആ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നന്ദുവിനും ടെൻഷനായി. നന്ദു പറഞ്ഞൊരു കാര്യം ചെയ്യാമേ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയാണ്. അല്ല മോളെ, അത് ബാമേ നമുക്ക് പോവാം, നമ്മൾ എന്നിട്ട് കാര്യമില്ല. അപ്പൊ അച്ഛനോട് കാര്യങ്ങളൊന്നും പറയണ്ട, അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷെ അച്ഛന് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ലെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനെ സർജറി മുറിയിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയം ആദർശ് ജയനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് നന്ദു വന്നിട്ട് ചോദിച്ചു, എന്തായ ആദർശട്ട കാര്യങ്ങള്? ഒന്നും ആയിട്ടില്ല, കയറ്റിയിട്ടല്ലേ ഉള്ളൂ, ഡോക്ടർമാരൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് ശരിയായ മതിയായിരുന്നു പറയാണ്. നന്ദു പറഞ്ഞു, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാണ്. ഇതേ മോനെ, സർജറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോളെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടാവല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, അതെന്താ കനക അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ നോക്കൂലെന്ന് ചോദിക്കുക. വേണ്ട, എന്റെ മോളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കോളാം, ഞാൻ അവിടെ കൊണ്ട് എന്റെ മോളെ നോക്കിക്കോളാം, അവള് ശരിക്കും പൂർണ്ണമായിട്ട് സുഖപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ വീട്ടിലേക്ക് വിടുന്നോളൂ എന്ന് പറയണം. അല്ലമ്മ, അത് പിന്നെ മോനെ ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. കാരണം അവളെ നോക്കേണ്ട കടമ എനിക്കുണ്ട്, ഞാൻ അവളെ നോക്കണ്ടേ. അങ്ങോട്ട് വിട്ടാലും അവളെ അവിടെ നോക്കാനായിട്ട് ആരാ ഇരിക്കുന്നേ, അതുകൊണ്ട് അങ്ങോട്ട് വിടുന്നില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, ആദ്യം സർജറി ഒക്കെ കഴിയട്ടെ എന്ന് പറയണം. അങ്ങനെ സർജറി റൂമിന് വെളിയിൽ എല്ലാരും കാത്തു നിൽക്കുവാണ്. എന്തായി തീരും എങ്ങനെ തിരുന്നറിയത്തില്ല. ആദർശിന്റെ ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയനം കൊണ്ട് വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ മോൻ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നയനമോളെ അറിയാവുന്നല്ലേ, അവൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. പോരത്തിൽ അവള് നല്ല ബോൾഡായിട്ട് കുട്ടിയാണ്. അവൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അവൾ ഈശ്വരവിശ്വാസിയും കൂടെയാണ്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു വെക്കേ, ഇത്രയൊക്കെ ആയിട്ടും നിന്റെ അമ്മ അവളെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ അവൾ ഇന്ന് വരെ നിന്റെ അമ്മേനെ എതിർത്തൊന്നും സംസാരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാ? അവൾക്ക് അത്ര നല്ല മനസ്സായതുകൊണ്ടാ. അത്ര നല്ല മനസ്സിന് ഉടമയ്ക്ക് ഒരു കാരണവശാലും ദൈവമായിട്ട് ഒരു ആപത്തും വരുത്തില്ല. നീ സന്തോഷമായിട്ടിരിക്കുക. ഇത് സർജറിയൊക്കെ ഒരു കുഴപ്പവും കൂടാതെ നടക്കുമെന്ന് പറയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ജയന്റെ മനസ്സിൽ ഒരു ആദ്യം വിഷമമൊക്കെ ഉണ്ട്, എന്തായി തീരുമെന്ന് ഓർത്തിട്ട്. അങ്ങനെ കുറച്ച് സമയം കൂടെ കടന്നു പോവാണ്. പിന്നെ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ സർജറി സക്സസ് ആയിരുന്നു, രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. പിന്നെ ബോധം വീണിട്ടില്ല, ബോധം തെളിയാൻ കുറച്ച് സമയം എടുക്കും, അതിനുശേഷം മാത്രമേ ഷിഫ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ബാക്കി എല്ലാവർക്കും ഒരു സന്തോഷമായത്. പിന്നീട് കനക ആദർശിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ഇപ്പോഴും എനിക്കൊരു സമാധാനമായത്. ഇത്ര സമയം ചങ്കിനുള്ളൊരു തീയായിരുന്നു. എന്റെ നയനമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഇനി പേടിക്കേണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ആദർശോട്, ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലമ്മേന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അങ്ങനെ നയന ദേവേനിക്ക് കരള് കൊടുത്ത് ദേവേനി ജീവൻ രക്ഷിക്കുകയാണ്. പക്ഷെ ഇനിയെങ്കിലും ദേവേനി ആ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. നയനയാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് അധികം വൈകാതെങ്കിലും അറിയണം. എങ്കിൽ മാത്രം ഇനി നയനയോടുള്ള ദേഷ്യമൊക്കെ ദേവേനിക്ക് മാറുള്ളൂ. മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെ ദേവേനെ അംഗീകരിക്കണമെങ്കിൽ ഈ സത്യങ്ങളൊക്കെ ദേവേനെ അറിയുക തന്നെ വേണം. അധികം വൈകാതെ തന്നെ അറിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.